ആ ബസ് ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഏതോ സ്ഥലത്തു നിന്ന് യാത്ര തുടങ്ങി മെല്ലെ നഗരത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ബസ്സിൽ പലതരം ആളുകളുണ്ട്. പത്രം വായനയിൽ ലയിച്ചിരിക്കുന്ന ഒരാൾ, ചോക്ലേറ്റ് രുചിക്കുന്ന കുട്ടികൾ, വാരിക മറിച്ചു നോക്കുന്ന യുവതി, വികാരിയച്ഛൻ്റെ തോളിലേക്ക് ഉറക്കം തൂങ്ങി വീഴുന്ന കഷണ്ടിക്കാരൻ, അച്ഛനും അമ്മയും കുഞ്ഞുങ്ങളുമടങ്ങുന്ന കുടുംബം, വിവിധ തരക്കാരായ യാത്രക്കാരുടെ കൂട്ടത്തിൽ നവദമ്പതികളെന്ന് ഒറ്റ നോട്ടത്തിൽ തോന്നിക്കുന്ന ആ രണ്ടു മനുഷ്യരും. നഗരദൃശ്യങ്ങൾ പലതും വഴിയോര കാഴ്ചകളായി മിന്നിമറയുന്നു. അടൂർ ഗോപാലകൃഷ്ണൻ സംവിധാനം നിർവഹിച്ച സ്വയംവരം മാതാപിതാക്കളുടെ ഇഷ്ടത്തിന് വിരുദ്ധമായി വിവാഹം കഴിച്ച് പുതിയ ജീവിതം ആരംഭിക്കുന്ന വിശ്വം സീതാ ദമ്പതികളുടെ ജീവിതമാണ്. വ്യാപകമായ നിരൂപക പ്രശംസ നേടിയ ചിത്രമായിരുന്നു 1972 പുറത്തിറങ്ങിയ സ്വയംവരം. മലയാളത്തിൽ വ്യത്യസ്തമായ ഒരു ചലച്ചിത്ര നിർമ്മാണ രീതി സ്വയംവരം കൊണ്ടുവന്നു. മലയാളികൾ ഇതിനു മുൻപ് ഒരിക്കലും ഇത്തരത്തിലുള്ള സിനിമ കണ്ടിട്ടില്ലായിരുന്നു. മിക്ക സിനിമകളും പശ്ചാത്തല സംഗീതം ആദ്യം മുതൽ ഉൾക്കൊണ്ട് കാണികളെ ഉത്തേജിപ്പിക്കുമായിരുന്നു. എന്നാൽ കാറ്റിൻ്റെയും മഴയുടെയുമെല്ലാം സ്വാഭാവിക ശബ്ദങ്ങളെ പശ്ചാത്തലത്തിൽ കൊണ്ടുവന്നതും അന്നേ വരെ സ്റ്റുഡിയോകളിൽ ഒതുങ്ങി നിന്നിരുന്ന ചിത്രീകരണം പ്രാദേശിക പ്രദേശങ്ങളിലേക്ക് മാറ്റപ്പെട്ടതും സ്വയംവരത്തിലൂടെയായിരുന്നു. വിദ്യാസമ്പന്നനും എഴുത്തുകാരനുമായ വിശ്വം ഒരു തൊഴിൽ രഹിതനാണ്. നിർവൃതി എന്ന തൻ്റെ നോവൽ പ്രസിദ്ധീകരിക്കാൻ പത്രത്തിൻ്റെ ഏജൻറ്റുമാരെ കണ്ടെങ്കിലും ധാരാളം രചനകൾ ഇല്ലാത്തതിനാൽ അത് പ്രസിദ്ധീകരിക്കാൻ വിസമ്മതിക്കുന്നു. സീതയ്ക്ക് സെയിൽസ് ഗേളായി ജോലി വാഗ്ദാനം ചെയ്യുന്നു എങ്കിലും ഡെപ്പോസിറ്റായ 1000 രൂപ ഇല്ലാത്തതിനാൽ ജോലി ലഭിക്കുന്നില്ല. ജോലി നേടാനുള്ള നിരവധി ശ്രമങ്ങൾ പരാജയപ്പെടുന്നതോടെ സാമ്പത്തിക സമ്മർദ്ദം അവരെ ഒരു ചേരിയിലേക്ക് താമസം മാറാൻ പ്രേരിപ്പിക്കുന്നു. വിശ്വം കോളേജിൽ സുവോളജി അധ്യാപകനായി ജോലിയിൽ പ്രവേശിച്ച് താമസിയാതെ തന്നെ ജോലി നഷ്ടമാകുന്നു. പിരിച്ചുവിട്ട ജീവനക്കാരനു പകരമായി തടിമില്ലിൽ കണക്കെഴുത്തു ജോലി സ്വീകരിക്കുന്നു. വിശ്വവും സീതയും തങ്ങൾക്ക് പിറക്കാൻ പോകുന്ന കുഞ്ഞിനായി ഒരു സന്തോഷകരമായ ഭവനം നിർമ്മിക്കാൻ ശ്രമിക്കുന്നു. പക്ഷേ അവർ ജീവിതവുമായി മല്ലിടുമ്പോൾ സ്വപ്നങ്ങൾ മങ്ങുന്നു. വിശ്വം രോഗബാധിതനാകുമ്പോൾ സീത തൻ്റെ എല്ലാ കഴിവുകളും ഉപയോഗിച്ച് അവന് ശുശ്രൂഷിക്കുന്നു. പക്ഷേ അവളെയും കുഞ്ഞിനെയും തനിച്ചാക്കി വിശ്വം യാത്രയാകുന്നു. അടൂർ ബാസിയല്ലാതെ മറ്റൊരാളും മലയാള സിനിമയെടുക്കാൻ അക്കാലത്ത് ധൈര്യം കാണിച്ചിരുന്നില്ല. എന്നാൽ സ്വയംവരത്തിൻ്റെ നിർമ്മാണവും വിതരണവും ചിത്രലേഖ ഫിലിം കോപ്പറേറ്റീവ് എന്ന സംഘടനയായിരുന്നു. റിലീസ് ചെയ്തപ്പോൾ തിയേറ്ററുകളിൽ മോശം പ്രതികരണമാണ് ചിത്രത്തിന് ലഭിച്ചത്. തമാശ രംഗങ്ങളും ക്യാബറേയും കുളിസീനുമൊക്കെ പ്രതീക്ഷിച്ചെത്തിയ അന്നത്തെ പ്രേക്ഷകരെ കയ്യിലെടുക്കുന്ന കാര്യത്തിൽ പരാജയപ്പെട്ടു പോയത് സ്വാഭാവികം. ആ വർഷത്തെ സംസ്ഥാന അവാർഡ് KS സേതുമാധവൻ്റെ പണിതീരാത്ത വീടിനായിരുന്നു. ശാരദ, അടൂർ ഗോപാലകൃഷ്ണൻ, മങ്കട രവിവർമ്മ എന്നിവർക്ക് മികച്ച നടി, സംവിധായകൻ, ഛായാഗ്രാഹകൻ എന്നീ നിലകളിൽ ആ വർഷത്തെ ദേശീയ അവാർഡുകൾ സ്വയംവരം നേടിക്കൊടുത്തു. തിരുവനന്തപുരത്തിൻ്റെ അമച്വർ നാടകങ്ങളിൽ കഴിവ് തെളിയിച്ച പ്രസാധന ഗോപിയായിരുന്നു മലയാള സിനിമയ്ക്ക് സ്വയംവരം നൽകിയ ഏറ്റവും വലിയ സംഭാവന. സിനിമയുടെ അവസാന രംഗം ശ്രദ്ധേയമാണ്. സീത കുഞ്ഞിന് ഭക്ഷണം കൊടുക്കാനിരിക്കുമ്പോൾ അന്തരീക്ഷം ശാന്തമായിരുന്നു. പെട്ടെന്ന് വാതിലിനപ്പുറത്ത് ഇടിമുഴക്കത്തിൻ്റെയും കൊടുങ്കാറ്റിൻ്റെയും ശബ്ദം അവർ ശ്രദ്ധിക്കുന്നു. ചുമരിലെ സ്വയംവരത്തിൻ്റെ ചിത്രത്തിലേക്ക് മഴവെള്ളം ഒലിച്ചിറങ്ങുന്നു. ആ ചിത്രത്തിലേക്ക് അവരുടെ കണ്ണുകൾ പതിക്കുന്നു. തുടർന്ന് പതുക്കെ അടഞ്ഞ വാതിലിലേക്ക്. പശ്ചാത്തലത്തിൽ കാറ്റിൻ്റെയും മഴയുടെയും ശബ്ദം കേൾക്കാം. അവളുടെ നോട്ടം നിശ്ചയദാർഢ്യമുള്ള ഒരു പൊതു നിലപാട് സ്വീകരിക്കുന്നു. മധ്യവർഗത്തിൻ്റെ ഭൗതിക പ്രതിസന്ധിയും
മിഥിയിൽ നിന്ന് യാഥാർത്ഥ്യത്തിലേക്കുള്ള അവരുടെ യാത്രയെയും കുറിച്ചുള്ള ഒരു നാഴികക്കല്ലായി സ്വയംവരം യാത്ര തുടരുന്നു.